ഒരിക്കൽ ഒരു വലിയ തോട്ടത്തിൽ വളരെ മനോഹരമായ ഒരു പപ്പായ മരമുണ്ടായിരുന്നു. ആ മരത്തിൽ നല്ല മധുരമുള്ള ധാരാളം പപ്പായകൾ നിറയെ ഉണ്ടായിരുന്നു. തോട്ടത്തിലെ ബാക്കിയുള്ള മരങ്ങളെക്കാൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്നത് കൊണ്ട് ആ പപ്പായ മരത്തിന് കുറച്ച് അഹങ്കാരമുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു പാവം മുയൽ ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്നു. വിശന്നു വലഞ്ഞ മുയൽ മുകളിലേക്ക് നോക്കി പറഞ്ഞു, അല്ലയോ പപ്പായ മരമേ, എനിക്ക് വലിയ വിശപ്പുണ്ട്. താഴെ വീണു കിടക്കുന്ന നിന്റെ ഒരു പഴം ഞാൻ കഴിച്ചോട്ടെ. ഇത് കേട്ട പപ്പായ മരം പുച്ഛത്തോടെ ചിരിച്ചു. പോ അവിടുന്ന്. എൻ്റെ പഴങ്ങൾ രാജാക്കന്മാർക്ക് കഴിക്കാനുള്ളതാണ്. നിന്നെപ്പോലെയുള്ള വെറും ഒരു മുയലിന് തരാനുള്ളതല്ല ഇത്. നീ വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. പാവം മുയൽ വിഷമത്തോടെ അവിടെ നിന്നും നടന്നു നീങ്ങി. ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം തോട്ടത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശി. പപ്പായ മരം ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് കാറ്റിൽ ആടി ഉലയാൻ തുടങ്ങി. പെട്ടെന്ന് പപ്പായ മരത്തിൻ്റെ തായ്തടിയിൽ ഒരു പൊട്ടലുണ്ടായി. മരം ഏതു നിമിഷവും നിലംപൊത്തുമെന്ന അവസ്ഥയായി. അപ്പോഴാണ് അതുവഴി മുയൽ വന്നത്. മരത്തിൻ്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ മുയൽ ഓടിച്ചെന്ന് തൻ്റെ സുഹൃത്തുക്കളായ മറ്റു മുയലുകളെയും കൂട്ടി വന്നു. അവർ ആ മരത്തിന് ചുവട്ടിലെ മണ്ണ് മാറ്റി വേരുകൾക്ക് ബലം നൽകുകയും കാറ്റിൽ വീഴാതിരിക്കാൻ ഒരു വലിയ കമ്പ് താങ്ങായി വയ്ക്കുകയും ചെയ്തു. കാറ്റടങ്ങിയപ്പോൾ പപ്പായ മരത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായി. മരം മുയലിനോട് സങ്കടത്തോടെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കൂട്ടുകാരാ, ഞാൻ നിന്നെ കളിയാക്കി. പക്ഷേ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു. വലുപ്പത്തിലല്ല, നന്മയുള്ള മനസ്സിലാണ് കാര്യമെന്ന് ഞാൻ പഠിച്ചു. അന്നു മുതൽ പപ്പായ മരവും മുയലും നല്ല കൂട്ടുകാരായി മാറി. പപ്പായ മരം തൻ്റെ പഴങ്ങൾ സന്തോഷത്തോടെ എല്ലാവർക്കും നൽകാൻ തുടങ്ങി. കൂട്ടുകാരെ, ആരെയും നിസ്സാരരായി കാണരുത്. അഹങ്കാരം നമ്മളെ തകർക്കും. എന്നാൽ സ്നേഹവും സഹായമനസ്കതയും നമ്മളെ ഉയർത്തും.